ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ESAP. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാത്സിലെ അരിത്തമെറ്റിക്കിലെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു ദാറ്റ് ഓഫ് ഗേൾസ് ഇൻ എ സ്കൂൾ ഈസ് 11:15. ഇഫ് ദർ ആർ 200 more girls than boys in the school, what is the number of boys in that school? നമുക്ക് തന്നേക്കുന്ന റേഷ്യോ ആണ്, ഒരു സ്കൂളിലെ ബോയ്സും ഗേൾസും തമ്മിലുള്ള നമ്പറിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. റേഷ്യോ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 11:15. ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 11:15. ഇനി അവർ നമ്മളോട് പറഞ്ഞേക്കുന്നൊരു ഡാറ്റ, അവിടെ എത്ര ഗേൾസ് കൂടുതലുണ്ട്? ബോയ്സിനേക്കാൾ 200 ഗേൾസ് കൂടുതലുണ്ട്. നോക്ക്, ഇവ തമ്മിലുള്ള എത്ര യൂണിറ്റിൻ്റെ ഡിഫറൻസ് ആണ്? 4 യൂണിറ്റ്. അപ്പോൾ 4 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് എന്ത്? 200 എന്ന് പറയുന്നത്. 4 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 200. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്താണ്? 50. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്താണ്? 50. ഇനി നമ്മോട് ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദാറ്റ് സ്കൂൾ? ആ സ്കൂളിൽ ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? നോക്ക്, ബോയ്സ് എത്രയാണ് റേഷ്യോ പറഞ്ഞിട്ടുള്ളത്? 11 യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? 11 × 50 എത്ര വരും? 550. റേഷ്യോയിൽ നമുക്ക് യൂണിറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മോട് ചോദിക്കുന്നത് നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? നമ്പർ ഓഫ് ഗേൾസ് ആണ് ചോദിക്കുന്നതിന്. ഗേൾസിൻ്റെ എത്രയാണ്? 15. അപ്പോൾ 15 × 50 ചെയ്താൽ എന്ത് കിട്ടും? ഗേൾസിൻ്റെ എണ്ണം കിട്ടും. എത്ര വരും? 5 × 5 = 25, 750. ഇനി നിങ്ങളോട് പറയാണ് ആകെ എത്ര സ്റ്റുഡൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 11 + 15 എത്ര വരും? 26 യൂണിറ്റ് എടുത്താൽ അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കട്ടെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ റേഷ്യോ ബിറ്റ്വീൻ ദ മന്ത്ലി ഇൻകം ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് വൈദിക് ഈസ് 8:5. If his income increases by 20% and his expenditure increases by 30%, then find the percentage increases or decrease in his monthly savings. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരാളുടെ മന്ത്ലി ഇൻകം പറഞ്ഞിട്ടുണ്ട്. മന്ത്ലി ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇൻകം ഈക്വൽ ടു നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ്. നമ്മുടെ മന്ത്ലി ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ ചിലവാക്കുന്നത് പ്ലസ് നമ്മൾ സേവ് ചെയ്യുന്നത്, നമുക്കറിയുന്ന ഇക്വേഷൻ. ഇവിടെ തന്നേക്കുന്ന റേഷ്യോ, ഇവരുടെ മന്ത്ലി ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നത് 8:5. അതായത് ഇയാൾക്ക് 8 രൂപയാണ് ഇയാളുടെ ഇൻകം എന്ന് വിചാരിച്ചോ. അയാൾ 5 രൂപ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി എത്ര സേവ് ചെയ്യും? 8 രൂപ ഇൻകം എന്നുണ്ടെങ്കിൽ 5 രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ ബാക്കി 3 രൂപ സേവ് ചെയ്യും. അതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 8:5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 8 രൂപക്ക് പകരം ഇയാൾക്ക് 80 രൂപയാണ് ഇയാളുടെ ഇൻകം എന്നുണ്ടെങ്കിൽ 50 രൂപ ഇയാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എത്ര രൂപ അയാൾ സേവ് ചെയ്യുന്നുണ്ട്? 30 രൂപ അയാൾ സേവ് ചെയ്യുന്നുണ്ട്. അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നമ്മോട് പറഞ്ഞേക്കുന്നത് ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്? 20% കൂടി. എക്സ്പെൻഡിച്ചർ എത്ര കൂടി? 30% കൂടി. അങ്ങനെയെങ്കിൽ സേവിങ്സിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇത് നമുക്ക് അലിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ ചെയ്യാം. അലിഗേഷനിൽ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എത്രയാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഇൻകം? അത് 20% ആണ്. ഇനി അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിലുള്ള എന്താണ്? 30% ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതാം? എക്സ്പെൻഡിച്ചറിൽ ഇൻക്രീസ് 30%. ഇനി സേവിങ്സിൽ നമുക്കറിയില്ല, അത് നമുക്കവിടെ ഒരു ഡാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നടുക്കത്ത് എഴുതേണ്ടത് നമ്മുടെ ഇൻകത്തിൻ്റെ ഇൻകം എത്ര കൂടുന്നുണ്ട്? 20%. ഓക്കെ ആണല്ലോ. ആദ്യം ഇവിടെ എന്ത് എഴുതും? എക്സ്പെൻഡിച്ചർ എത്ര കൂടുന്നത്, ഇവിടെ സേവിങ്സിൻ്റെ എഴുതുന്നത്. പക്ഷേ സേവിങ്സ് നമുക്കറിയില്ല. ഇവിടെ എന്താ എഴുതുന്നത്? ഇൻകമാണ് എഴുതുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ താഴെ എഴുതുന്നത് അതിൻ്റെ റേഷ്യോ, കറസ്പോണ്ടിങ് റേഷ്യോ ആണ്. എത്രയാണ് ഇവിടെ എക്സ്പെൻഡിച്ചർ എത്രയാണ് വന്നിട്ടുള്ളത്? നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു 8 രൂപയാണ് ഇയാളുടെ ഇൻകം എന്നുണ്ടെങ്കിൽ 5 രൂപ അയാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബാക്കി 3 രൂപ അയാൾ സേവ് ചെയ്യുന്നുണ്ട്. നോക്ക്, ഇത് റേഷ്യോ ആണ് തന്നത് അല്ലേ? 8:5 എന്നത് എന്താണ്? റേഷ്യോ ആണ്. അപ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എത്രയാണ് വരുന്നത്? 5. ഇൻകത്തിൻ്റെ റേഷ്യോ എത്രയാണ് വന്നിട്ടുള്ളത്? 3. നോക്ക്, ഈ നടുക്കത്തെ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കൺസെപ്റ്റ് ഓഫ് അലിഗേഷൻ്റെ കൺസെപ്റ്റ് എന്താ? 5 × 30 + 3 × ഇവിടെയുള്ള നമ്പർ അതറിയില്ല, ഡിവൈഡഡ് ബൈ 5 + 3 എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? 20 കിട്ടണം. ഒന്ന് ചെയ്ത് നോക്കാം. 5 × 30 എത്ര വരും? 150 + 3 × അടുത്ത നമ്പർ സേവിങ്സ് എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യേണ്ട അറിയില്ല, ഡിവൈഡഡ് ബൈ 5 + 3 എന്താണ്? 8 = എന്ത് കിട്ടും? 20. അപ്പോൾ ഈ 20നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 150 + 3x = 160. 3x = എന്ത് വരും? 10.
എക്സ് ഈക്വൽ ടു 3/1/3%. എത്ര കിട്ടുന്നത്? 3/1/3%. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കിട്ടിയേക്കുന്ന വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് ഡിക്രീസ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് കിട്ടിയേക്കുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അതിന് മീനിങ് എന്താണ്? 3/1/3% എന്താണ് ചെയ്യുന്നത്? സേവിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കണം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ ഏജ് ഓഫ് ജ്ഞാനേന്ദ്ര ആൻഡ് അർബിന്ദ് ആർ ഇൻ ദ റേഷ്യോ 6:5. If the sum of their ages is 55 years, then what will be the ratio of their ages after 7 years from now? രണ്ട് പേരുടെ ഏജിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ഏജിൻ്റെ റേഷ്യോ എത്രയാണ്? 6:5. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് 6 വയസ്സാണെങ്കിൽ മറ്റൊരാൾക്ക് എന്താണ്? 10 വയസ്സാണ്. ഒരാൾക്ക് 12 വയസ്സാണെങ്കിൽ മറ്റൊരാൾക്ക് എന്താണ്? 10 വയസ്സാണ്. അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് 6:5. ഇനി അടുത്ത ഡാറ്റ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ദെയർ ഏജസ്. സം ഓഫ് ദെയർ ഏജസ് എന്ന് പറയുന്നത് എന്താണ്? 55 ആണ്. ഈ 2 യൂണിറ്റും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 11 യൂണിറ്റ്. 11 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 55. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്താണ്? 5. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്താണ്? 5. അങ്ങനെയെങ്കിൽ ഇയാളുടെ ഏജ്, ഇയാൾ ആരാണ്? ജ്ഞാനേന്ദ്ര അല്ലേ? മറ്റെന്താണ്? അർബിന്ദ്. ഓക്കെ, ജ്ഞാനേന്ദ്രൻ്റെ ഏജ് എന്ത് വരും? 6 × 5 30 വരും. മറ്റേയാളുടെ എന്ത് വരും? അർബിന്ദിൻ്റെ എന്ത് വരും? 5 × 5 25. ഇതാണ് ഇപ്പോഴത്തെ ഏജ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്ക്. റേഷ്യോ എന്ത് വരും? 6:5. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഏജ് ആണ് എന്ത്? ഒരാളുടെ 30 ആണെങ്കിൽ മറ്റേയാളുടെ എന്താണ്? 25. ഇത് നമ്മോട് പറഞ്ഞേക്കുന്നത് എന്താണ്? 7 വർഷം കഴിഞ്ഞാൽ അവരുടെ ഏജ്. 7 വർഷം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ? 7 വയസ്സ് കൂടും അല്ലേ? അപ്പോൾ നമ്മൾ 7 വയസ്സ് കൂട്ടുക, ഇയാൾക്കും എന്ത് ചെയ്യുക? 7 വയസ്സ് കൂട്ടുക. അപ്പോൾ എന്ത് വരും? 37:32. ഓക്കെ അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? നോക്ക്, ഓപ്ഷൻ സിയിൽ നോക്ക് 32:37 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറിപ്പോകരുത്. ഫസ്റ്റ് ആരതാണ് ചോദിച്ചത് തന്നെ നോക്കണം. അവർ ക്വസ്റ്റ്യനിൽ തുടക്കത്തിൽ ഒരാളുടെ പേരും ഇപ്പോൾ ജ്ഞാനേന്ദ്ര ആൻഡ് അർബിന്ദ് പറഞ്ഞിട്ട് അങ്ങനെ വാട്ട് ഈസ് ദ ഏജ് ഓഫ് അർബിന്ദ് ആൻഡ് ജ്ഞാനേന്ദ്ര ചോദിക്കുകയാണെങ്കിലാണ് നമുക്ക് ഓപ്ഷൻ സി വരിക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? മാറി പോകരുത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. A bag contains ₹550 in the form of 50 paise, 25 paise and 20 paise coins in the ratio 2:3:5. The difference between the amounts that are contributed by the 50 paise and 20 paise coins is. എന്താണ് പറഞ്ഞത്? ഒരു ബാഗിനകത്ത് കുറേ കോയിൻസ് ഉണ്ട്. കോയിൻസ് ഏതൊക്കെയുള്ളത്? 50 പൈസയുടെ കോയിൻ ഉണ്ട്, 25 പൈസയുടെ കോയിൻ ഉണ്ട്, 20 പൈസയുടെ കോയിൻ ഉണ്ട്. ഇതെല്ലാം പാട് ചേർന്നാൽ എത്ര രൂപയാവും? 550 രൂപ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അത് കോയിൻ കിടക്കുന്നത് 50 പൈസ, ഇപ്പോൾ നോക്ക് 2:, പിന്നെ 25 പൈസ 3:, 20 പൈസ എന്ന് പറയുന്നത് 5:. അതായത് ടോട്ടൽ എമൗണ്ട് എത്ര 50 പൈസ ഉണ്ട്, എത്ര 25 പൈസ ഉണ്ട്, എത്ര 20 പൈസ ഉണ്ട്, അതിൻ്റെ റേഷ്യോ ആണ് അവർ തന്നിട്ടുള്ളത് 2:3:5. ഇനി നമ്മോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ 50 പൈസകൾ ചേർന്നിട്ടുണ്ടാവുന്ന എമൗണ്ടും അതുപോലെ തന്നെ 20 പൈസ ചേർന്നിട്ടുണ്ടാവുന്ന എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദ്യം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ എത്ര കോയിൻസ്, നമ്പർ ഓഫ് കോയിൻസ് എത്ര എണ്ണം ഉണ്ട്, അങ്ങനെ 50 പൈസ എത്ര എണ്ണം ഉണ്ട്, 25 പൈസ എങ്ങനെയുണ്ട്, 20 പൈസ എങ്ങനെയുണ്ട്, എത്ര എണ്ണം ഉണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പക്ഷെ അതിലേറെ എളുപ്പം എന്ന് പറയുന്നത് ഈ 50 പൈസ കോയിൻ വെച്ചിട്ട് എത്ര എമൗണ്ടാണ് അവിടെ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ 20 പൈസ വെച്ചിട്ട് എത്ര എമൗണ്ടാണ് അവിടെ ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? പെട്ടെന്ന് ആൻസർ കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഈ ₹550 എന്ന് പറയുന്നത് ഇവിടെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയല്ല. നിങ്ങൾ നോക്ക്, 50 പൈസ കോയിൻ ഉണ്ട്, അതുപോലെ തന്നെ 25 പൈസ കോയിൻ ഉണ്ട്, പിന്നെ 20 പൈസ കോയിൻ ഉണ്ട്. ഇനി ഇവ തമ്മിലുള്ള റേഷ്യോ, നമ്പർ ഓഫ് റേഷ്യോ ആണ്. നോക്ക് 2:3:5. ഇവിടെ നോക്ക് 2 50 പൈസയാണ് വിചാരിച്ചോ. 2 50 പൈസയാണെങ്കിൽ എത്ര രൂപ ഉണ്ടാവും? 1 രൂപ ഉണ്ടാവും അല്ലേ? 2 50 പൈസയാണെങ്കിൽ 1 രൂപ ഉണ്ടാവും. 3 25 പൈസ ഉണ്ടെങ്കിൽ എന്താണ്? 75 പൈസ ഉണ്ടാവും അല്ലേ? 3 25 പൈസയാണെങ്കിൽ എന്തുണ്ടാവും? 75 പൈസ ഉണ്ടാവും. ഇനി നോക്കടാ, 20 പൈസയുടെ 5 കോയിൻ ഉണ്ടെങ്കിൽ എത്ര വരും? 1 രൂപ ഉണ്ടാവും അല്ലേ? പറഞ്ഞ മനസ്സിലായോ? 50 പൈസയുടെ 2 കോയിൻ ഉണ്ടെങ്കിൽ എത്ര രൂപയാവും? 1 രൂപയാവും. അതുപോലെ തന്നെ 20 പൈസയുടെ 5 കോയിൻ ഉണ്ടെങ്കിൽ എന്താവുന്നത്? 1 രൂപയാണ് ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 രൂപ മൈനസ് 1 രൂപ എന്താ വരുന്നത്? 0 ആണ്.
മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം പോയിട്ട് ആകെ എത്ര നമ്പർ ഓഫ് കോയിൻസ് അവിടെ ഉണ്ട് അതിൽ എക്സ് കണ്ടുപിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, 50 പൈസ വെച്ചിട്ട് എത്ര പൈസ അവിടെ ഉണ്ടാവുന്നില്ല. എനിക്ക് 2 കോയിൻ ആണെന്നുണ്ടെങ്കിൽ 50 പൈസ കൊണ്ട് ഉണ്ടാകുന്ന എമൗണ്ട് എത്ര? 1 രൂപ. 20 പൈസ വെച്ചിട്ട് 5 കോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്താണ്? 1 രൂപ. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 0. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കടാ, 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് എ 7-story building has a 28 meter long shadow, the number of stories of the building whose shadow is 48 meter long is. എന്താ പറഞ്ഞത്? ഒരു 7-story ബിൽഡിങ്ങിന്, ഒരു 7-story ബിൽഡിങ്ങിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് 28 മീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മോട് ചോദിച്ചേക്കുന്നത് എന്താണ്? അങ്ങനെയെങ്കിൽ 48 മീറ്റർ ഷാഡോ ഉണ്ടാകുന്നതിന് എത്ര സ്റ്റോറി ബിൽഡിംഗ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഈ 7 ഉള്ളത് എങ്ങനെയാണ് 28 ആവുന്നത്? ഇൻറ്റു 4. അതല്ലാന്നുണ്ടെങ്കിൽ ഈ 28 മീറ്റർ എന്ന് പറയുന്നത് എപ്പോഴാണ് 7 ആവുന്നത്? ബൈ 4. അങ്ങനെയെങ്കിൽ ഇവിടെ കിട്ടിയേക്കുന്ന ആൻസർ ബൈ 4 എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? 12 സ്റ്റോറി ബിൽഡിംഗ് ആണ്. മനസ്സിലായോ? 7-story ബിൽഡിങ്ങിന് എന്ന് പറയുന്നത് 28 മീറ്റർ ഷാഡോ ഉണ്ട്. അങ്ങനെയെങ്കിൽ 7 ഇൻറ്റു 4 ആണ് എന്ത് വരുന്നത്? 28. അതല്ലാന്നുണ്ടെങ്കിൽ 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് സ്റ്റോറീസ് കിട്ടും. നമുക്ക് ഇവിടെ തന്നേക്കുന്നത് ഷാഡോൻ്റെ ലെങ്ത് ആണ്. ഷാഡോ എത്രയാണ്? 48 മീറ്റർ. അങ്ങനെയെങ്കിൽ 48/4 എടുത്താൽ എന്ത് കിട്ടും? എത്ര സ്റ്റോറി ബിൽഡിംഗ് ആണെന്ന് കിട്ടും. എത്ര കിട്ടുന്നത്? 12 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കടാ, ഇൻ എ ഫാക്ടറി 48% ഓഫ് നമ്പർ ഓഫ് മെയിൽ വർക്കേഴ്സ് ഈസ് ഈക്വൽ ടു 2/3 ഓഫ് ദ നമ്പർ ഓഫ് ഫീമെയിൽ വർക്കർ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെയിൽസ് ടു ദാറ്റ് ഓഫ് ഫീമെയിൽസ് ഇൻ ദ ഫാക്ടറി? എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു ഫാക്ടറിയിൽ 48% ഓഫ് നമ്പർ ഓഫ് മെയിൽ വർക്കേഴ്സ് എന്തിന് ഈക്വലാണ്? 2/3 ഓഫ് ദ നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സ്. ഇവിടെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊരു ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് 48% ഓഫ് മെയിൽ വർക്കേഴ്സ് ഈക്വൽ ടു 2/3 ഓഫ് ഫീമെയിൽ വർക്കേഴ്സ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നോക്ക്, കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 24 വരും, ഇവിടെ 50 വരും. പിന്നെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 25 വരും, ഇവിടെ 12 വരും. ഇതും കട്ട് ചെയ്യുക. ഇവിടെ എന്ത് വരും? 6 വരും. വേറെ എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ മെയിൽ ബൈ ഫീമെയിൽ റേഷ്യോ, ഈ 25നെ ഇങ്ങോട്ട് എടുക്കുക. 25നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 25. ഇവിടെ ഈ 6നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 18. അപ്പോൾ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ വന്നേക്കുന്നത് എന്താണ്? 25:18. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെയിൽ എന്ന് പറയുന്നത് ആരെയാണ്? 25 ആണെങ്കിൽ, അതായത് 25 മെയിൽസ് അവിടെ ഉണ്ടെങ്കിൽ എത്ര ഫീമെയിൽസ് ഉണ്ട്? 18 ഫീമെയിൽസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കടാ, 7ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 144, 192 ആൻഡ് 216. ഫോർത്ത് പ്രൊപ്പോർഷൻ ചോദിച്ചത് ഒരു പക്കാ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ. നോക്ക്, A is to B proportional to C is to D. If A is to B proportional to C is to D, നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? A/B ഈക്വൽ ടു C/D. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AD ഈക്വൽ ടു BC. നമുക്ക് എഴുതാൻ പറ്റില്ല. 4 നമ്പേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 4 നമ്പേഴ്സാണ് എയും ബിയും സിയും ഡിയും. അങ്ങനെയെങ്കിൽ A/B ഈക്വൽ ടു C/D എന്ന് എഴുതാം, അല്ലെങ്കിൽ AD ഈക്വൽ ടു BC. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? 144 ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? 192 ആണ്. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് എന്താണ്? 216 ആണ്. ജസ്റ്റ് വാല്യൂസ് കൊടുത്തു നോക്കുക. നമുക്ക് 144 ഡിവൈഡഡ് ബൈ 192 ഈക്വൽ ടു 216 ഡിവൈഡഡ് ബൈ ഡി. കട്ട് ചെയ്യാൻ പറ്റും. നോക്ക്, കട്ട് ചെയ്യുക. ഞാനിത് 6 വെച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ. 6 വെച്ചിട്ട് പോകുമെന്ന് തോന്നുന്നുണ്ട്. നോക്കാം. ഇവിടെ 3, 36 6. ഇവിടെ എത്ര വരും? 2, 24 4. പിന്നെ 6 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നല്ലേ. ഓക്കെ, 12 വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇവിടെ 2, ഇവിടെ 3. ഇവിടെ എത്ര വരും? 96. അപ്പോൾ ഡി എന്ന് വെച്ചാൽ എത്ര വരും? 96 × 3. 3 18, 9 27, 1 28. എത്ര വരുന്നുണ്ട്? 288. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? 4 നമ്പേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? A/B ഈക്വൽ ടു C/D
C/D എന്ന് എഴുതാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ AD = BC എന്ന് എഴുതാൻ പറ്റും. അത് ജസ്റ്റ് നമ്പേഴ്സ് എഴുതി നോക്കുക, പിന്നെ കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കടാ, 8ാമത്തെ ക്വസ്റ്റ്യൻ. 2 numbers are respectively 17% and 50% more than a third number. The ratio of first 2 numbers. ഇത് നമ്മുടെ പെർസെൻറ്റേജ് ആയിട്ടും കൂടെ ഒന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 നമ്പേഴ്സ് ഉണ്ട്. റിലേഷൻ എന്താ തന്നിട്ടുള്ളത്? ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറിനേക്കാൾ 17%, 50% കൂടുതലാണ്. മൂന്നാമത്തെ നമ്പർ നമുക്കറിയില്ല. നമുക്കറിയാത്ത എന്തെടുക്കാം? 100 ആയിട്ട് എടുക്കാം. അറിയാത്ത എന്തായിട്ട് എടുക്കാം? 100 ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യത്തെ നമ്പർ എത്രയാണ് കൂടുതൽ? 17%. 100ൻ്റെ 17% പറഞ്ഞാൽ എന്താ? 17. അപ്പോൾ എത്ര കൂടുതലാണ്? ആദ്യത്തെ നമ്പർ എത്ര വരും? 17 കൂടുതൽ. മൂന്നാമത്തെ നമ്പറിനേക്കാൾ 17 കൂടുതൽ. അപ്പോൾ ആദ്യത്തെ നമ്പർ 117. ഇനി രണ്ടാമത്തെ നമ്പർ എത്ര പെർസെൻറ്റേജാണ് കൂടുതൽ? 50% കൂടുതൽ. അതായത് 50% ഓഫ് 100 എന്ന് വെച്ചാൽ 50. അപ്പോൾ എത്ര കൂടുതലാണ്? 50 കൂടുതൽ. അപ്പോൾ നമ്പർ എത്രയാണ് വരുന്നത്? 150. ഇനി അപ്പോൾ നമുക്ക് 3 നമ്പേഴ്സ് കിട്ടി. ആദ്യത്തെ നമ്പർ 117, രണ്ടാമത്തെ നമ്പർ 150, മൂന്നാമത്തെ നമ്പർ 100. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ദ റേഷ്യോ ഫസ്റ്റ് 2 നമ്പർ. ആദ്യത്തെ 2 നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? ഓക്കെ, ആദ്യത്തെ 2 നമ്പേഴ്സ് ഏതാ? A/B. എത്രയാണ് വരുന്നത്? 117:150. ഏതൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാം? 3 വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇവിടെ 3 9, 27 എത്ര വരും? 9. ഇവിടെ എത്ര വരും? 50. ഇനി കട്ട് ചെയ്യാൻ പറ്റുമോ? കട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി. ഏതാ വരുന്നത്? ഓപ്ഷൻ ബി. 39:50. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് A/B proportional to B/C and B = 96, then which of the following can be a possible pairs of value of A and C? എക്കും സിക്കും ഏത് വാല്യൂസ് ആവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് അവർ കണ്ടീഷൻ തന്നു. A/B proportional to B/C. 4 നമ്പേഴ്സ് പ്രൊപ്പോർഷണൽ. ഇവിടെ 3 നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? A/B = B/C എന്ന് എഴുതാം. നോക്ക്, A/B = B/C. ഇവിടെ ഈ ബിയും ബിയും സെയിം ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? B² = AC എന്ന് എഴുതാൻ പറ്റും. B² = AC എന്ന് എഴുതാൻ പറ്റും. ഈ ബിയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. ബീൻ്റെ വാല്യൂ എത്രയാണ്? ബി എന്ന് പറഞ്ഞാൽ 96 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ B² കളയാൻ ഞാൻ B = എന്ത് വരും? √= AC. അതായത് ബിയുടെ വാല്യൂ 96 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 96 = √A × C. നോക്ക്, ഇവിടെ തന്നേക്കുന്നത് എയും സിയും ഏതൊക്കെ വാല്യൂസ് ആവാന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 24 374, അതുപോലെ തന്നെ ഓപ്ഷൻ ബി 32 258, പിന്നെ ഓപ്ഷൻ ഡി 48 168, പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി 16 556. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. നോക്ക്, നമുക്ക് ഈ സ്ക്വയർ റൂട്ടിനകത്ത് പുറത്തെടുക്കുമ്പോൾ കിട്ടുന്നത് എന്താ വരുന്നത്? 96 ആണ്. 96 വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടുന്നതും എന്ത് വരണം? 6 കിട്ടണം. അങ്ങനെ 6 കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വരും? ഇപ്പോൾ 4 × 4 16. അപ്പോൾ ഇത് പോസിബിലിറ്റി ഉണ്ട്. നോക്ക്, 2 × 8 16. ഇതിനും പോസിബിലിറ്റി ഉണ്ട്. 8 × 8 64. ഇത് ആൻസർ വരാൻ സാധ്യതയില്ല. നമുക്ക് 6 × 6 36. അപ്പോൾ എയും ബിയും ഡിയും ആവാൻ സി ആവാൻ ചാൻസ് ഇല്ല. ഇനി രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടണം? 96 കിട്ടണം. അപ്പോൾ നിങ്ങൾ ഓപ്ഷനിലെല്ലാം പോയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ റൂട്ട് എടുക്കാൻ നിൽക്കരുത്. നമുക്ക് ആദ്യം ഓപ്ഷൻ എ ഒന്ന് എടുക്കാം. ഓപ്ഷൻ എ ഞാനൊന്ന് ഇവിടെ എഴുതുകയാണ്. 24 എന്റെ വാല്യൂ 24 ആണെങ്കിൽ ബിൻ്റെ വാല്യൂ 374. സ്ക്വയർ റൂട്ടിൽ നിന്ന് പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടെ 2 24 വേണം. എന്നാലേ നമുക്ക് ഒരു 24 പുറത്തെടുക്കാൻ പറ്റുള്ളൂ. 24 ഞാൻ ഇങ്ങനെ ഇരുത്തിയിട്ട് ബാക്കി മാറ്റി എഴുതാൻ നോക്കുകയാണ്. 374 എങ്ങനെ എഴുതാം? പകുതിയാക്കി എഴുതുകയാണെങ്കിൽ ഇവിടെ 1, ഇവിടെ എന്ത് വരും? 8 187 × 2. ഇതിനെ പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 187 കൂടെ അവിടെ വേണം. പക്ഷെ അതിനകത്തില്ല. അപ്പോൾ അതിന് എന്താണെങ്കിലും ഏത് വരില്ല? ഓപ്ഷൻ എ വരില്ല. ഇനി ഓപ്ഷൻ ബി എന്ന് 32 × 288. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 32 × 288. 288നെ ഞാൻ 2 × 144 എന്ന് എഴുതുകയാണ്. നോക്ക്, ഇവിടെ വന്ന് 32 × 2 എന്ത് വരും? 64. 64 × 144. 64ൻ്റെ സ്ക്വയർ റൂട്ട് എന്താ വരും? 8. എത്ര വരും? 144ൻ്റെ 12. 8 × 12 എത്ര വരും? 96. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏതാണ് വരുന്നത്? A = 32, C = 288. ഓക്കെ അല്ലേ? അങ്ങനെ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കുറേ ടൈം നമുക്ക് എടുക്കും കേട്ടോ.
ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നോക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ. 3 numbers are in the ratio 4/5:5:6:9/10. The difference between the smallest and the greatest number is 12. Find the number which is neither the smallest nor the greatest. 3 നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. സാധാരണ നമുക്ക് ഒരു ഇൻറ്റിജേഴ്സിൻ്റെ ഫോമിലാണ് തരിക. ഇവർ ഫ്രാക്ഷണൽ ഫോമിലാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? 4/5:5:6:9/10. അപ്പോൾ നമുക്കതിന് എന്താക്കി മാറ്റാം? ആ ഫ്രാക്ഷനെ മാറ്റണം. ഫ്രാക്ഷനെ മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക? എല്ലാത്തിനും LCM വെച്ചിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്ക്, ഇവിടെ 5, 6, 10 എത്ര വരും? 30 വരും. അപ്പം നോക്ക്, 4/5:5/6:9/10. എല്ലാത്തിനും 30 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 24 ഇവിടെ എന്ത് വരും? 25 ഇവിടെ എന്ത് വരും? 27. ഈ 3 നമ്പേഴ്സ് തമ്മിലത്തെ റേഷ്യോ എന്താണ്? 24:25:27. ഇനി ഇവർ തന്നേക്കുന്ന ഒരു കാര്യം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മോളസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പർ. ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 24. ഏറ്റവും വലിയ നമ്പർ എന്താ? 27. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 12. അപ്പോൾ ഇവ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 27 - 24 3 യൂണിറ്റ്. 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 12. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റ് എന്താണ്? 4. ഒരു യൂണിറ്റ് എന്താ വരുന്നത്? 4. ഓക്കെ ആണല്ലോ. ഇനി നമ്മോട് ചോദിച്ചേക്കുന്നത് എന്താ? ഫൈൻഡ് ദ നമ്പർ വിച്ച് ഈസ് നെയ്തർ ദ സ്മോളസ്റ്റ് നോർ ദ ഗ്രേറ്റസ്റ്റ്. ഏറ്റവും വലുതും അല്ല ഏറ്റവും ചെറുതും അല്ല. ആ നമ്പർ എത്രയാണ്? ഏറ്റവും വലുതും അല്ല ചെറുതും അല്ല എന്ന് പറയുമ്പോൾ ഏതാ നമ്പർ? 25 യൂണിറ്റ്. 25 യൂണിറ്റ് എന്ത് വരും? ഒരു യൂണിറ്റ് 4. 25 യൂണിറ്റ് 25 × 4 എത്ര വരും? 100. എത്ര വരും? 100. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഒരു 10 ക്വസ്റ്റ്യൻ പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോയേക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം. ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോസ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈ വേറെ ടോപ്പിക്കായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്